അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ മറ്റൊരു ബലത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഇന്ന് 509 നാമം മുതൽക്കാണ് നാം പഠിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്യാസക്തഹൃദയ കാകിനീരൂപധാരിണി. ഇവിടെ മേധോനിഷ്ഠ, മേധോനിഷ്ഠ, മേധനിഷ്ഠ, മേധോനിഷ്ഠ, ഒന്നിച്ച് മേധോനിഷ്ഠ. മധുപ്രീത, മധുപ്രീത ബന്ധിന്യാദി സമന്വിത, ബന്ധിനി ആദി സമന്വിത, ബന്ധിന്യാദി സമന്വിത ദധ്യന്നാസക്ത ഹൃദയ, ദധ്യന്നം, ദധി അന്നം, ദധ്യന്നം, ദധ്യന്ന ആസക്ത ഹൃദയ, ദധ്യന്നാസക്ത ഹൃദയ കാകിനീരൂപധാരിണി, കാകിനീരൂപധാരിണി, കാകിനീരൂപധാരിണി. മൂലാധാര അംബുജാരൂഢ, മൂലാധാര അംബുജ ആരൂഢ, മൂലാധാര അംബുജാരൂഢ. പഞ്ചവക്ത്ര, പഞ്ചവക്ത്ര, പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത, അസ്ഥി സംസ്ഥിത എന്നും അതിനു മുമ്പുള്ള പഞ്ചവക്ത്ര എന്നും കൂടിച്ചേർന്നിട്ട് പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത എന്ന് ഒന്നിച്ച് ചേർത്ത് ആണ് ശ്ലോകത്തിൽ വരിക. അങ്കുശാദി പ്രഹരണ, അങ്കുശ ആദി പ്രഹരണ, അങ്കുശാദി പ്രഹരണ. വരദ ആദി നിഷേവിത, വരദ ആദി നിഷേവിത, വരദാദി നിഷേവിത. ഇനി ശ്രദ്ധിക്കുക. മുദ്ഗൗദനാസക്ത ചിത്ത, മുദ്ഗൗദനം, മുദ്ഗം എന്ന് പറഞ്ഞാൽ ചെറുപയർ. ഇത് എല്ലാവരും മുഗ്ധൗദന എന്നിങ്ങനെ തെറ്റി ചൊല്ലിയിട്ട് കേട്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് മുഗ്ധം എന്നുള്ള വാക്ക് നമുക്ക് ധാരാളം കേട്ട് ശീലമുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല വാക്ക്. മുദ്ഗം, മുദ്ഗം, മുദ്ഗൗദന ആസക്ത ചിത്ത, ചെറുപയർ കൊണ്ടുള്ള ഒരു എന്താണ്, ഒരു ഓദനം എന്ന് പറഞ്ഞാൽ ചോറ് എന്നാണ്, ചെറുപയർ വേവിച്ചിട്ടുള്ളൊരു വിഭവം. അപ്പോൾ അതിനോടുള്ള ഇഷ്ടം ദേവിക്ക് നല്ലോണം ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ആ ഭാഗം ഉച്ചരിക്കുക. മുദ്ഗൗദന ആസക്ത ചിത്ത, മുദ് എന്നാണ് ആദ്യം, മുഗ് എന്നല്ല. മുദ് ഗൗദ എന്നുള്ള അക്ഷരങ്ങൾ, മുദ് ഗൗദ നാസക്ത ചിത്ത, ശ്രദ്ധിക്കുക. ആരൊക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുദ്ഗൗദന ആസക്ത ചിത്ത, മുദ്ഗൗദന ആസക്ത ചിത്ത, മുദ്ഗൗദന ആസക്ത ചിത്ത. സാകിന്യംബാസ്വരൂപിണി, സാകിനി അംബാസ്വരൂപിണി, സാകിന്യംബാസ്വരൂപിണി.
പിന്നെ ആജ്ഞാചക്രാബ്ജനിലയ, ആജ്ഞാചക്ര അബ്ജനിലയ, ആജ്ഞാചക്രാബ്ജനിലയ. ഒന്നിച്ച് ചൊല്ലണം. ആജ്ഞാചക്രാബ്ജനിലയ. പിന്നീട് ശുക്ലവർണ്ണ, വെളുത്ത നിറം, ശുക്ലവർണ്ണ. ഷഡാനന, ഷട്ട് ആനന, ഷഡാനന. മജ്ജാസംസ്ഥ, മജ്ജാസംസ്ഥ. പിന്നെ ഹംസവതീ മുഖ്യ ശക്തി സമന്വിത. ഒന്നിച്ച് മുറിക്കാതെ ചൊല്ലണം. ഹംസവതീ മുഖ്യ ശക്തി സമന്വിത. പിന്നെ ഹരിദ്ര അന്ന ഏകരസിക, ഹരിദ്ര അന്ന ഏകരസിക, ഹരിദ്രാന്നൈകരസിക, ഹരിദ്രാന്നൈകരസിക. ഹാകിനീരൂപധാരിണി, ഹാകിനീരൂപധാരിണി. സഹസ്രദല പദ്മസ്ഥ, സഹസ്രദല പദ്മസ്ഥ, സഹസ്രദല പദ്മസ്ഥ. സർവവർണ്ണോപശോഭിത, സർവവർണ്ണോപശോഭിത, സർവവർണ്ണ ഉപശോഭിത, സർവവർണ്ണോപശോഭിത. സർവായുധധര, സർവ ആയുധധര, സർവായുധധര. ശുക്ലസംസ്ഥിത, ശുക്ലസംസ്ഥിത, ശുക്ലസംസ്ഥിത. സർവതോമുഖി, സർവതോമുഖി. സർവൗദനപ്രീതചിത്ത, സർവൗദനപ്രീതചിത്ത, സർവൗദനപ്രീതചിത്ത. യാകിന്യംബാസ്വരൂപിണി, യാകിന്യംബാസ്വരൂപിണി. പിന്നെ സ്വാഹ എന്നൊരു നാമം, സ്വധ എന്ന അടുത്ത നാമം. സ്വാഹ, സ്വധ. അമതി, അമതിഹി, വിസർഗമുണ്ട്, അമതിഹി. പിന്നെ മേധ എന്നാണ് അടുത്ത നാമം. അപ്പോൾ സ്വാഹ, സ്വധ, അമതി, മേധ. ഇത് കൂടിച്ചേർന്ന് വരുമ്പോൾ സ്വാഹാസ്വധാമതിർമേധ എന്ന് ആണ് ശ്ലോകത്തിലുണ്ടാവുക. സ്വാഹ സ്വധാമതിർമേധ, സ്വധാനും അമതീനും കൂടിയിട്ട് സ്വധാമതിഹി. അതിൻ്റെ ഒപ്പം മേധ എന്നും കൂടി ചേരുമ്പോൾ സ്വധാമതിർമേധ. അപ്പോൾ ഒന്നിച്ച് സ്വാഹാ സ്വധാമതിർമേധ. പിന്നെ ശ്രുതി, ശ്രുതി വിസർഗമുണ്ട്, സ്മൃതി വിസർഗമുണ്ട്, അനുത്തമ. അപ്പോൾ ശ്രുതി, സ്മൃതി, അനുത്തമ, ഈ മൂന്ന് വാക്കുകൾ, ഈ മൂന്ന് നാമങ്ങൾ കൂടിച്ചേർന്ന് ശ്രുതി സ്മൃതിരനുത്തമ, ശ്രുതി സ്മൃതിരനുത്തമ എന്നാവും. അപ്പോൾ നമുക്കിതുവരെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളൊന്ന് ചൊല്ലാം. കഴിഞ്ഞ ദിവസത്തെയും കൂടിയും കൂട്ടിയിട്ട് ചൊല്ലാം. വിശുദ്ധിചക്രനിലയാരക്തവർണാത്രിലോചന ഖട്വാംഗാദിപ്രഹരണാവദനൈകസമന്വിത പായസാന്നപ്രിയാത്വക്സ്ഥാ പശുലോകഭയങ്കരീ അമൃതാദിമഹാശക്തിസംവൃത ഡാകിനീശ്വരി അനാഹതാബ്ജനിലയാ ശ്യാമാഭാ വദനദ്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാ രുധിരസംസ്ഥിതാ കാളരാത്ര്യാദിശക്ത്യൗഘവൃതാ
സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാകിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണാമാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാകിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത മേധോനിഷ്ഠാ മധുപ്രീത ബന്ദിന്യാദിസമന്വിത ദധ്യന്നാസക്തഹൃദയ കാകിനീരൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്ഥിസംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗദനാസക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷഡാനന മജ്ജാസംസ്ഥ ഹംസവതീ മുഖ്യശക്തിസമന്വിത ഹരിദ്രാന്നൈകരസിക ഹാകിനീരൂപധാരിണി സഹസ്രദലപദ്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി സർവൗദനപ്രീതചിത്ത യാകിന്യംബാസ്വരൂപിണി സ്വാഹാസ്വധാമതിർമേധാശ്രുതിസ്മൃതിരനുത്തമ. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാക്കി അടുത്ത ദിവസം തുടരാം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.